ഹായ്, വെൽക്കം ടു കളപ്പുര കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നവരാത്രി സ്പെഷ്യലായിട്ടാണ്. ഒരു നവരാത്രി ആഘോഷമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളൊക്കെ നവരാത്രി വ്രതത്തിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നവധാന്യ പായസമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യലായ നവധാന്യ പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നവധാന്യം 200 ഗ്രാം വെള്ളത്തിലിട്ട് 5 മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് നോക്കുമ്പോൾ കാണാം എന്തെല്ലാം ഐറ്റമാണ് നവധാന്യത്തിലുള്ളതെന്ന്. ഇതിന് ആവശ്യമായ 1.5 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. 200 ഗ്രാം നവധാന്യത്തിന് 400 ഗ്രാം ശർക്കര എന്ന കണക്കിലാണ് എടുക്കുന്നത്. അതിനെ അലിപ്പിക്കാൻ ആവശ്യമായ 1 ഗ്ലാസ് വെള്ളം, നെയ്യ്, അണ്ടിപ്പരിപ്പ്, എള്ള്, ഏലക്കാപ്പൊടി, ചുക്കുപൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് പരിപ്പ് അങ്ങനെയുള്ള ഇതൊക്കെ ചേരുന്നത് കൊണ്ട് നമുക്കിതിന് കുറച്ച് ചുക്കും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കണം. 5 വിസിലാണ് നമ്മളിതിൻ്റെ വേവ് കണക്കാക്കുന്നത്. കുക്കർ 5 വിസിലടിച്ചിട്ടുണ്ട്. നമുക്കത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ശർക്കര പാനിയാക്കാൻ വയ്ക്കാം. ശർക്കര പാനിയാക്കാൻ വയ്ക്കുമ്പോൾ അടി തട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് പാനിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി നമ്മളൊരു ഉരുളിയിലേക്ക് പകർത്തുവാണ്. നവധാന്യങ്ങൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് തിളക്കുന്ന ശർക്കരപ്പാനിയിലേക്ക് ഈ വെന്ത നവധാന്യങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര പാനിയിൽ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് വേവാണ് പറയുന്നത്. നന്നായിട്ട് കുറുക്കി അതിൻ്റെ മധുരമൊക്കെ നന്നായിട്ട് നവധാന്യത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമ്മൾ 3-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിന്ന് ഈ മുറ്റത്ത് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്കിന്ന് പ്രകൃതി അത്ര സുഖമല്ല, മഴയുണ്ട്, മഴ പെയ്തു തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ അടുപ്പും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മാറ്റുവാണ്. ആദ്യം ശർക്കര പാനിയിൽ നമ്മൾ വേവിച്ച നവധാന്യങ്ങൾ ചേർക്കുമ്പോൾ 10 മിനിറ്റാണ് നമ്മൾ അതിനകത്ത് വേവ് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് 3-ാം പാൽ ഒഴിക്കുമ്പോൾ 3-ാം പാൽ 20 മിനിറ്റ് കുറുക്കി വറ്റിക്കുവാണ് നമ്മൾ. അത് നന്നായിട്ട് കുറുകി വറ്റി വരുമ്പോൾ നമ്മൾ 2-ാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2-ാം പാൽ. അത് അത്രയും കുറുക്കി വരണമെന്നില്ല, 20 മിനിറ്റ് ഒന്നും വേണമെന്നില്ല. നമുക്കൊരു 10 മിനിറ്റത്തെ തിളക്കൽ മതി. അത് കുറുകി വരുമ്പോഴേക്ക് നമുക്ക് സമയമെടുക്കും. അപ്പോഴേക്കും നമുക്കൊന്ന് നന്നായിട്ട് അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി അടുക്കി പിടിക്കാൻ പാടില്ല. അപ്പോൾ 2-ാം പാൽ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം, ഏലക്കാപ്പൊടി, ചുക്കുപൊടി. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഇത് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും 1-ാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിത് അത്രയും കുറുകി വരണമെന്നില്ല, നന്നായിട്ട് തിള വരണമെന്നില്ല. നമുക്കൊരു ചെറിയ നൊര പൊട്ടി വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മളിത് പകർത്തി മാറ്റുവാണ്. നമുക്കിനി ഈ പായസം റെഡിയാണ്. അതിലേക്ക് നമുക്ക് കാഷ്നട്ട് വറുത്തിടാനുള്ള 3 സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. നട്ട്സ് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് വറുത്തെടുക്കാൻ. കാഷ്നട്ട്സ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പായസത്തിലോട്ട് പകർത്താം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പായസം റെഡിയാണ്. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മളിന്ന് നവരാത്രി സ്പെഷ്യൽ നവധാന്യ പായസമാണ് ഉണ്ടാക്കിയത്. നവരാത്രി വ്രതമൊക്കെ നോക്കിയിരിക്കുന്ന കുട്ടികൾക്കാണ് ഇത് കൂടുതലും ഇഷ്ടപ്പെടുക എന്ന് വിചാരിക്കുന്നു. അവർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അമ്മമാർ ഇതിൻ്റെ പോഷക മൂല്യങ്ങളെക്കുറിച്ച് കൂടി പറഞ്ഞു കൊടുക്കണം. എന്തായാലും ഇവിടെ കഴിച്ചവരൊക്കെ നല്ല അടിപൊളി പായസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതുമയാർന്ന പുതിയ രുചികളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. കാത്തിരിക്കുക.